ആ ഒരു വർഷം, ഇത് ഞാൻ എങ്ങും പറയാത്തൊരു കാര്യം കേട്ടോ, ആ ഒരു വർഷം ചർച്ചയിൽ നിന്ന് സ്തോത്രകാഴ്ചയോ ദശാംശമോ ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ സഭാ ശുശ്രൂഷയിൽ ദശാംശവും സ്തോത്രകാഴ്ചയും വാങ്ങാതെ ഒരു വർഷം ഞാൻ ജീവിച്ചു. കാരണം വിളിച്ചത് കർത്താവല്ലേ. സ്തോത്രകാഴ്ച തരാമെന്നൊന്നും പറഞ്ഞല്ലല്ലോ കർത്താവ് വിളിച്ചത്. ശുശ്രൂഷ ഉണ്ടെങ്കിൽ കർത്താവ് നടത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു രൂപ പോലും, ഒരു സിംഗിൾ, ഇതെങ്ങും ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു സാക്ഷ്യം, സിംഗിൾ പൈസ പോലും ഞാൻ എടുത്തില്ല. ചർച്ചിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പകുതി പാസ്റ്റർ എടുക്കുക, പകുതി അദ്ദേഹത്തിന് കൊടുക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, 3 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനുണ്ട്, മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കുക. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് ഒരു വരുമാനവും ഇല്ലാതെ ജീവിച്ചൊരു വർഷം. അതൊക്കെ ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു ഡയറി മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒത്തിരി സന്ദേശങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കരുതിയിട്ട് അദ്ദേഹം എന്നെ മനസ്സിലാക്കാതെ തള്ളി പറഞ്ഞു പോയി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അന്ന് രാത്രി ഇരുന്ന് എഴുതിയ വരിയാണ്, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാചനിക്കുന്നു. ആമേൻ. ശരിക്കും ആദ്യം ഞാൻ എഴുതിയ സ്റ്റാൻസ് എന്ന് പറയുന്നത്, കൂട്ടം വിട്ടു മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാചനിക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലർ സിയോൻ പർവ്വതം പോലെയൊക്കെ ഉറച്ചു നിൽക്കും. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പെട്ടെന്ന് തളരും. എൻ്റെ വൈഫ് എന്നെ കുറ്റം പറയാറുണ്ട്, നിങ്ങൾ സ്റ്റേജിൽ വലിയ ഗർജിക്കുന്ന പുള്ളിയാണ്, ഒരു ചെറിയ കാര്യം മതി എന്നൊക്കെ പറഞ്ഞ്. കാരണം അവളുടെ അപ്പനല്ലല്ലോ എൻ്റെ അപ്പൻ. അത് ഈ ജനറ്റിക് പ്രോബ്ലം ഉണ്ട്, ഇതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണുകയില്ല. ഇച്ചിരി എന്നെ കളിച്ചിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് തളരും. അങ്ങനെയാണ് കൂട്ടം വിട്ടുപോകും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാചനിക്കുന്നുണ്ട്, തോളിൽ ഏറ്റിടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഈ ഒറ്റപ്പെടുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ദൈവമോട് പറയാം, ഒറ്റപ്പെടുന്നവരോട് ഞാൻ പറയുകയാണ്, ശരിക്കും ഒറ്റപ്പെടുന്നവർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയോ? ഇടയൻ്റെ തോളെ കയറാൻ കിട്ടുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ബാക്കി ആടൊക്കെ മണ്ണിലൂടെ നടക്കുമ്പോ ഒറ്റപ്പെട്ടു പോയത് ഇടയന്റെ തോളിലാ. എവിടം വരെ? വീട്ടിലെത്തുന്നത് വരെ. ഓ ഹല്ലേലൂയ, ആമേൻ. ഞാൻ ആ പാട്ടിന്റെ പശ്ചാത്തലം ഒന്നും പറയാനിരുന്നതല്ല, കറണ്ട് പോയപ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ദൈവത്തിന്റെ ആത്മാവിനെ പലരെയും ഇതിനകത്ത് ധൈര്യപ്പെടുത്താനും ഉറപ്പിക്കാനും ഒക്കെ പദ്ധതിയുണ്ട്. ഞാൻ ആ ഭാഗം വിടുന്നു. എനിക്കൊന്ന് 3 ആഴ്ച മുമ്പ് ചർച്ചിൽ ഇതിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞു, എന്തിനാ ഈ വീട്ടിലെത്തുന്നത് വരെ അങ്ങനെ എഴുതിയേക്കുന്നത്. കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് ആടിനെ എവിടം വരെ ചുമന്ന? വീട്ടിലെത്തുന്നത് വരെ ഇടയും ചുമന്ന. എന്നെ നടത്താഞ്ഞ് നടന്നു പോകുന്ന ആടിന് കുശുമ്പ് തോന്നും. ഞങ്ങളെല്ലാം നടന്നു പോകുമ്പോഴേ പുള്ളി മേടിക്കും. ആരും കുശുമ്പെടുത്തിട്ടൊന്നും കാര്യമില്ല, അനുഭവിച്ചത് അതുപോലെയാ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാനന്ന് പറഞ്ഞൊരു കാര്യം, എന്തിനാ ഈ വീട്ടിലെത്തുമ്പോൾ നടത്തിയത്? ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകത്തിലില്ലെങ്കിലും ഈ ഒറ്റപ്പെട്ടു പോയല്ലോ, എവിടെയോ ഗർത്തത്തിൽ കുഴിയിലാകപ്പെട്ടു പോയതാണ്. രക്ഷപ്പെടാൻ സ്വയം ശ്രമിച്ചിട്ട് തളർന്നു പോയതാ. ആടിനെ നമുക്കറിയാലോ, ആട് വന്യമൃഗമല്ല, വളർത്തുമൃഗമാണ്, ബലഹീന ജീവിയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് തളർന്നുപോയ ആടാത്. ഇടയൻ ആദ്യം എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേ ഇടയന് മനസ്സിലായി, നടത്തിക്കൊണ്ടു പോയാൽ ഇത് വീട്ടിലെത്തുകയില്ല. മനസ്സിലായോ? അത് ദൈവം എന്നോട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ, നിന്റെ തളർച്ചയും നിന്റെ ക്ഷീണവും അറിയാവുന്നവൻ നിന്നെ തോളിൽ ചുമക്കുന്ന ഇടയനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ലിടയൻ എന്നെ നടത്തിയിടുന്നു,
തെല്ലിടയും ഭയം വരില്ല എനിക്ക്, നല്ലിടയൻ എന്നെ നടത്തിയിടുന്നു. തെല്ലിടയും ഭയം വരില്ല എനിക്ക്. ആമേൻ. എനിക്ക് ബിജു പാസ്റ്റർ എടുക്കുന്ന പിച്ചുണ്ടല്ലോ, അത് അസാധ്യമായിട്ടോ. എനിക്ക് ബിജു പാസ്റ്ററോട് കുശുമ്പ് തോന്നി. അതുപോലെ ഞാൻ പിച്ചെടുത്ത എൻ്റെ വോക്കൽ കൂടി പൊട്ടിപ്പോകുന്നുള്ള കാര്യം പറഞ്ഞു. അത് ഓരോരുത്തർക്കും ദൈവം കൊടുത്ത കഴിവാണ്. അത് ഏത് സ്കെയിലാണെന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ എന്തായാലും സാധാരണക്കാരും വായിക്കുന്ന സ്കെയിലല്ല അത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പോട്ടെ, ഞാൻ ആ ഭാഗം അങ്ങനെയാണ് ആ പാട്ട് ജനിച്ചത്. വേറെ പാട്ടുകളുണ്ട്, അത് പുറകെ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തുമായിരിക്കും. പാടുന്നുണ്ട് ചിലയിടത്തൊക്കെ. എനിവേ, നമ്മളിങ്ങനെ പരസ്യമൊന്നും കൊടുക്കാൻ, എന്തോ ഞാൻ എഴുതിയ പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടിൻ്റെ CD ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്തോ എന്താ പറയണ്ടേ, അതൊന്നും ഇഷ്ടമല്ല എന്ന് മാത്രം പറഞ്ഞാൽ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇതുപോലെ കുശുമ്പില്ലാത്ത ദേവദാസന്മാർ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അറിയുമെന്നല്ലാതെ പോട്ടെ, ആ ഭാഗം വിടാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ആ ചിന്ത, ഈ വൃക്ഷം ഇത്രയും നാള് സ്വീകരിച്ചുകൊണ്ടിരുന്ന വെള്ളം ഈ കയ്പ് വെള്ളമാണ് അല്ലേ? കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം അവിടെ ഉണ്ടല്ലോ. എന്നെ വല്ലാതെ ധൈര്യപ്പെടുത്തുന്ന ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, എന്നെ ഉറപ്പിച്ച ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, ഈ കയ്പ് വെള്ളം കുടിച്ചു വളർന്ന ഈ വൃക്ഷത്തിൻ്റെ കൊമ്പല്ലേ ഈ കയ്പ് വെള്ളത്തിലിട്ടത്. ആ വെള്ളം മധുരമുള്ളതായി. ഇതെന്നാ ശാസ്ത്രമാണ് ഇത്? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? അപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നത് കയ്പ് വെള്ളമാണെങ്കിലും ഇപ്പോൾ ആ വൃക്ഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, മനസ്സിലായോ? ആമേൻ. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മധുരമുള്ളതാണ്. ആമേൻ. ഈ സഭയെ നോക്കി, അഭിഷക്തനെ കുടുംബത്തെ നോക്കി, ഇന്ന് പകൽ ഇതിനകത്ത് വന്ന ദൈവമക്കളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നീ കുടിക്കുന്നത് കയ്പുള്ളതെങ്കിലും നീ കൊടുക്കുന്നത് മധുരമുള്ളതാണ്. നീ അധരം തുറന്നാൽ, നീ വാ തുറന്നാൽ പുറത്തേക്ക് വരുന്നത് വിടുതലാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, അങ്ങനെ ജീവിക്കണം. കുടിക്കുന്നത് കയ്പുള്ളതായിരിക്കും, പക്ഷെ നീ നിമിത്തം നീ അനേകർക്ക് സപ്ലൈ ചെയ്യാൻ പോകുന്നത് മധുരമുള്ളതാ. ആമേൻ. ഈ സഭ അങ്ങനെ ഈ പട്ടണത്തിലാകട്ടെ, അനേകർക്ക് മധുരം വിളമ്പുന്ന. ആമേൻ. അഭിഷക്തനും അങ്ങനെ തന്നെ ആവട്ടെ. ആവശ്യത്തിന് നൊമ്പരങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, പക്ഷേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിളമ്പുന്നത് മധുരമുള്ളതായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിന്തയും കൂടെ പറയണം. ഇത്രയും പ്ലാൻ ചെയ്തതല്ലേ, ഒരു ചിന്ത കൂടെ പറയട്ടെ. 2 ശിഷ്യന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. 2 ശിഷ്യന്മാർ. ഒന്ന് ഏലിയാവിൻ്റെ ശിഷ്യൻ എലീശ. 2 എലീശയുടെ ശിഷ്യൻ ഗേഹസി. ഇവർ രണ്ടുപേരും നമ്മുടെ മനസ്സിൽ വരട്ടെ. ഏലിയാവിൻ്റെ ശിഷ്യൻ എലീശ, എലീശയുടെ ശിഷ്യൻ ഗേഹസി. ഞാൻ എൻ്റെ ശൈലിയിൽ ആ ഭാഗം ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ, ഈ എലീശ യജമാനൻ്റെ പുറകെ നടന്ന് പുതപ്പ് ഒപ്പിച്ചു. അത് എൻ്റെ മലയാളമാണേ, അത് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് വിട്ടേരെ. പുതപ്പ് പ്രാപിച്ചെന്നോ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എനിക്ക് ആ മലയാളമാണ് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ പുറകെ നടന്നൊപ്പിച്ചതാ. അറിയാമല്ലോ ആ ഭാഗമൊക്കെ, നമുക്ക് ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. പലയിടത്ത് വന്നപ്പോൾ ഏലിയ പറഞ്ഞാൽ നീ പൊക്കോ പോകത്തില്ല. പുറകെ നടന്ന് പുതപ്പ് സംഘടിപ്പിച്ചെന്നൊക്കെ വേണേൽ പറയാം. അത് വിച്ചിയുടെ സാഹിത്യത്തിലെ കുറച്ചുകൂടെ കട്ടിയുള്ള വേടാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ഇരിക്കട്ടെ അല്ലേ, മറ്റേ ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവുള്ളതാണ്. എനിവേ, അപ്പോൾ എലീശ പുതപ്പ് സംഘടിപ്പിച്ചു. ഗേഹസിയോ എലീശയുടെ പുറകെ നടന്ന് നയമാൻ്റെ കയ്യിൽ നിന്ന് കാശൊപ്പിച്ചു, അല്ലെങ്കിൽ പണക്കിഴി ഒപ്പിച്ചു. സത്യമല്ലേ? നയമാൻ്റെ വാങ്ങിച്ച് കൂട്ടിയല്ലോ ശരിക്കും. ഇവരെ രണ്ടുപേർ, ഈ 2 ശിഷ്യന്മാരെയും കൂടെ എന്ന് പറഞ്ഞാൽ
പുതപ്പ് കയ്യിലുള്ള എലീശയെയും പണക്കിഴി കയ്യിലുള്ള ഗേഹസിയെയും നമുക്ക് യോർദാൻ്റെ കരയിലേക്കൊന്ന് കൊണ്ടുവരാം. ഇവർ രണ്ടുപേരും ശിഷ്യന്മാരല്ലേ? പണക്കിഴി കയ്യിലുള്ള ഗേഹസി, ഈ പണക്കിഴി യോർദാനിലെ വെള്ളത്തിലിട്ടാലോ? ഞാൻ എഴുതി വെച്ചിരിക്കുന്ന വാചകം വേറൊരു വാചകമാണ്. പണക്കിഴിയും കൊണ്ട് ഗേഹസി യോർദാനിൽ ചാടിയാലോ? യോർദാൻ അറിയത്തില്ല, യോർദാൻ ഒഴുകിക്കൊണ്ടേയിരിക്കും. യോർദാനെ ചലിപ്പിക്കത്തില്ല ഈ പണക്കിഴി കയ്യിലുള്ള ഗേഹസി. എന്നാൽ എലീശയുടെ കയ്യിലുള്ള പുതപ്പ്, ഹല്ലേലൂയ, യോർദാനിലെ വെള്ളത്തിൽ മുട്ടിയാൽ വഴി ഉറപ്പാ. അതുകൊണ്ട് യോർദാനെ ചലിപ്പിക്കാത്ത പണക്കിഴി അല്ല ഈ തലമുറയിൽ ദൈവമക്കൾക്ക് ആവശ്യം. യോർദാനെ കീറി മുറിക്കുന്ന അഭിഷേകം, യോർദാനെ കീറി മുറിക്കുന്ന ദൈവശക്തി. ഓ ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, നമുക്കത് വേണം. എൻ്റെ കൂടെ ഇറങ്ങിയ പലരെയും ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ അടുത്തറിയുമ്പോൾ എനിക്ക് സങ്കടമാണ്. ശുശ്രൂഷയുടെ ആ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒന്ന് കൈയടിച്ച് ആരാധിക്കാൻ പോലുള്ള താല്പര്യമൊക്കെ ഇല്ലാതെ പോയിട്ട് ആരോ ആയി എന്ന ഭാവത്തിൽ, എന്തോ ആയി എന്ന ഭാവത്തിൽ ജീവിക്കുകയാണ്. നോ, അങ്ങനെ നമുക്ക് ജീവിക്കണ്ട. നമുക്ക് യോർദാനെ ചലിപ്പിക്കുന്ന പുതപ്പ് വേണം. ഹല്ലേലൂയ, ആമേൻ. എനിക്കറിയാം ആ അഭിഷേകത്തിന്റെ ജ്വലനം ഇതിനകത്തുണ്ട്. ആമേൻ, ആ അഭിഷേകത്തിന്റെ ജ്വലനം ഇതിനകത്തുണ്ട്. സഹോദര, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം യോർദാനെ കീറി മുറിക്കുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുമ്പോട്ട് സമയം കളയുന്നില്ല. ഒരു ചിന്തയെങ്കിലുമാണ്, ഒരു 5 കാര്യം പറയാനാണ് ഹൃദയത്തെ താല്പര്യമുള്ളത്. പക്ഷേ ഒരെണ്ണമെങ്കിലും പറഞ്ഞ് നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരമാലകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. മതി. നമുക്ക് കുറച്ചു നേരം ഈ ദൈവവചന ഭാഗം ഒന്ന് ധ്യാനിക്കാം. ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒഴിച്ച് 3 സുവിശേഷങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് പകലത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. മത്തായി 14-ന്റെ 22 മുതൽ 27 വരെ, മർക്കോസ് 6-ന്റെ 45 മുതൽ 51 വരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെ. ഈ 3 സുവിശേഷ ഭാഗങ്ങളിലാണ് ഈ ചരിത്ര സംഭവം പരാമർശിച്ചിട്ടുള്ളത്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ 21 അധ്യായങ്ങളിൽ വെറും 7 അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എഴുത്തുകാരിൽ, സുവിശേഷകന്മാരിൽ ഏറ്റവും കുറച്ച് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആൾ യോഹന്നാനാണ്. 7 അത്ഭുതങ്ങൾ. മത്തായിയൊക്കെ 20 അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൽ 18 ഉണ്ട്, ലൂക്കോസിലും 20 ഉണ്ട്. പക്ഷേ യോഹന്നാൻ വെറും 7 അത്ഭുതങ്ങൾ.
ഞാൻ അത്ഭുതങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നിൽക്കുകയല്ല. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അത്ഭുതം എന്നുള്ള പദം യോഹന്നാൻ ഉപയോഗിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അടയാളം എന്ന പദമാണ് യോഹന്നാൻ കുറിച്ചിട്ടുള്ളത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ വായിക്കണ്ട. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പം കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ ആ അത്ഭുതത്തെ യോഹന്നാൻ വിശേഷിപ്പിച്ചത് അടയാളമെന്നാണ്. ശരിക്കും അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു അത്ഭുതം എന്ന പദത്തേക്കാൾ ശബ്ദതാരാവലി വെച്ച് ഈ പദപ്രയോഗങ്ങളുടെ പ്രയോഗം പഠിക്കാൻ ശ്രമിച്ചാൽ അത്ഭുതം എന്ന പദത്തേക്കാൾ തീർത്തും യോജിക്കുന്നത് അടയാളം എന്ന പദമാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഒരടയാളം ഉണ്ടായാൽ, സംഭവിക്കുമ്പോൾ, നടക്കുമ്പോൾ അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ആ വികാരമാണ് അത്ഭുതം. ഓ, ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയത്തില്ലേ, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം. അതുപോലെ തന്നെ ഒരു പദമാണ് പുതിയ നിയമത്തിലുള്ള അതിശയം. അതിശയം എന്ന പദവും അത്ഭുതം എന്ന പദവും ആളുകളിൽ ഉണ്ടാക്കുന്ന വികാരമാണ്. ശരിക്കും അടയാളം എന്ന പദം തന്നെയാണ് നല്ലത് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അടയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ റോഡ് സൈഡിൽ ഒരു കുട്ടി ഒരു ചെറിയ ബാഗും പിടിച്ച് ഇങ്ങനെ ഓടാൻ നിൽക്കുന്ന ഒരു പടം നമ്മൾ കണ്ടിട്ടുണ്ട് റോഡ് സൈഡിൽ. ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ അതൊരു സൈനാണ് അല്ലേ, അതൊരു അടയാളമാണ്. ഒരു കുട്ടി ഒരു ബാഗും പിടിച്ച് ഇങ്ങനെ ഓടാൻ നിൽക്കുന്ന ആ പടം ഒരു ബോർഡിൽ ഗവൺമെൻറ് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കാർക്കും അത് വ്യാഖ്യാനിച്ച് തരേണ്ട കാര്യമില്ല. ആ ബോർഡ് കാണുമ്പം നമ്മളെന്തോ ധരിക്കണം, ഇവിടെ സ്കൂളുണ്ട്, ഇവിടെ കുട്ടികൾ ഓടി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്ലോ ചെയ്തു പോകണം, സൂക്ഷിക്കണം. ഇതൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ലേ, പക്ഷെ ഇത്രയും സന്ദേശം ആ ഒറ്റ സൈനിനകത്തുണ്ട്. ഇതാണ് അടയാളത്തിൽ എന്ന് പറഞ്ഞാൽ, ആ ഒറ്റ അടയാളത്തിനകത്തൊരു സന്ദേശമുണ്ട്. ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഒരു സന്ദേശമുണ്ട്. അങ്ങനെ വേണം ഈ വേദഭാഗത്തെ നമ്മൾ കാണാൻ. ഇതൊരു ചരിത്ര സംഭവമാണ്, ഇതിനകത്തൊരു സന്ദേശമുണ്ട്. ഹല്ലേലൂയ. അതിലേക്കാണ് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. യേശു ഇങ്ങനെ ഈ ശിഷ്യന്മാർ കടലിലൂടെ പടകിൽ യാത്ര ചെയ്ത ആ കാര്യമൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. കേട്ട് പഴകിയ ഏതെങ്കിലും ഒരു സന്ദേശത്തിൻ്റെ ആവർത്തനത്തിനല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ ദൈവമക്കളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലെങ്ങും ആർക്കും ഇല്ലാത്ത ഒരു മാരക രോഗം എനിക്കുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് മനസ്സുകൊണ്ട് എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. പക്ഷേ എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്നറിയോ, നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് പോവുകയും വചനത്തിലൂടെ ദൂത് പറയുകയും ആളുകളെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പ്രയാസം വന്നപ്പം ആരും നമ്മളോടൊരു ദൂത് പറഞ്ഞില്ല. അതൊരു ഭയങ്കര സങ്കടമായി പോയി. പാസ്റ്റേ ധൈര്യമായിട്ടിരിക്കുക, വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഒന്നുമില്ലേ 15 വർഷം ഹിസ്കിയാവിന് നീട്ടി തന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സമാധാനമില്ലേ. ആരും പറഞ്ഞില്ല. അതുകൊണ്ട് എന്താണെന്നറിയില്ല, പൊക്കോട്ടെന്ന് വിചാരിച്ചാണോ എന്ന് ഇനി അറിയത്തില്ല. സ്തോത്രം. ഒന്നും പറയാനൊക്കത്തില്ല, നമ്മുടെ ഇടയിലെ കാര്യങ്ങളല്ല. എനിവേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കർത്താവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവ്, ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് സകലമാന മനുഷ്യരോടും വചനം പ്രസംഗിച്ച് ദൂതും പറഞ്ഞ് ജനത്തെ ഉറപ്പിച്ച് പോന്നിട്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ട് ഒന്നും ആരും വിളിച്ചു പറഞ്ഞില്ല. എനിക്ക് വളരെ അടുപ്പമുള്ളവർ പോലും, എൻ്റെ അളിയൻ പോലും എന്നെ വിളിച്ചില്ല. എൻ്റെ അളിയനെ നിങ്ങൾക്കറിയാം, ഇവിടെ വന്ന് ശിശു വിളിച്ചിട്ടുണ്ട്, പാസ്റ്റർ ജേക്കബ് മാത്യു, എൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവാണ്, ന്യൂ ഇന്ത്യയിലെ സെൻട്രൽ പാസ്റ്റർ. അപ്പോൾ ആരും വിളിച്ചില്ല. ഞാൻ അതും കർത്താവിനോട് പറഞ്ഞു. അപ്പം കുറച്ച് ദിവസമായിട്ട് കർത്താവും മിണ്ടിയില്ല. ഇതൊക്കെ മതി പുസ്തകം വെച്ച് പണിക്ക് പോകാനേ, ഇത് എന്നെ ഇടപാടാണ്. നമുക്ക് മനുഷ്യർ വേണ്ട, കർത്താവ് ഇടയ്ക്ക് വല്ലതും പറയണ്ടേ. കർത്താവ് ഒന്നും മിണ്ടാതിരുന്നു. കുറച്ച് ദിവസങ്ങൾ മൗനമായിരുന്ന ശേഷം എനിക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിച്ച വചനമായത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്നാണെന്നറിയോ, ഇന്ന് പകൽ ഇതിനകത്ത് വന്നവരെ ഒരസാധാരണ ധൈര്യം തന്ന് ദൈവം ഉറപ്പിക്കും. ആമേൻ. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങിയാലും, സഹോദരി നീ ഭയപ്പെടുകയില്ല, സഹോദര നീ ഭയപ്പെടുകയില്ല. ഇന്ന് പകൽ നിന്നെ ഉറപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എനിക്ക് സമാധാനമായി. അതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള ഇഷ്ടം കൂടി. ചിലപ്പോൾ കുറച്ച് ദിവസം മിണ്ടാതിരുന്നാലും മിണ്ടി തുടങ്ങിയാൽ പിന്നെ കർത്താവ് നിർത്തുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഈ സംഭവത്തിനകത്തെ ആ സന്ദേശത്തിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതിനകത്തൊരു 5 കാര്യമാണ് എനിക്ക് ഓർപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളത്. പക്ഷേ അത്രയും നേരം എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്ട്രെയിൻ ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 സർജറി ഓൾറെഡി കഴിഞ്ഞു. ഇനി ഉണ്ടോ എന്നും അറിയത്തില്ല, അത് കർത്താവിൻ്റെ കയ്യിലാണ്. ഉണ്ടെങ്കിലും ഇല്ലേലും ഇന്ന് പറയാനുള്ളത് പറഞ്ഞു വെച്ചാൽ ഞാൻ പോവുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഈ പശ്ചാത്തലമൊക്കെ ദൈവമക്കൾക്കറിയാം. ഈ സന്ദർഭത്തിൽ ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ആ വലിയ സംഭവത്തിന് ശേഷമാണ് ഈ യാത്ര. എൻ്റെ മനസ്സിൽ വന്ന അതിനകത്ത് നിന്ന് ഉള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, ഈ 5000 പുരുഷന്മാരുടെ കഥയെ പറയുന്നുള്ളല്ലോ. ചിലർ അത് കൂട്ടി പറയാറുണ്ട്. അത് തെറ്റല്ല. കാരണം 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ്. അപ്പം 5000 പുരുഷന്മാർക്ക് 5000 സ്ത്രീകൾ 10000 അങ്ങനെ കണക്ക് കൂട്ടുന്നവരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 2 പിള്ളേരൊക്കെ വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര പിള്ളേരായി? അപ്പം എല്ലാം കൂടെ എത്ര ഉണ്ട്? 20000. അത് ബൈബിളിലില്ല. പക്ഷേ ആ കണക്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. 5000 പുരുഷന്മാരുടെ മാത്രം കണക്കെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ 5000 പുരുഷന്മാരെ പന്തിക്കിരുത്തിയത് ശിഷ്യന്മാരാണ്. എനിക്കിപ്പോഴും സംശയമുണ്ട്, കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞു? ഈ 12 പേര് ഈ 5000 പേരെ 50 വീതം പന്തിക്കിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ 10, 200, 250 പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് വെച്ച് അത്രയും പേരെ ഒന്ന് ഇരുത്തുന്ന പാട് നമുക്കറിയാം. കാരണം ആദ്യത്തെ പന്തിക്ക് ഇരിക്കാനുള്ള തെള്ളാണേ. അപ്പോൾ ആളുകളെ ബ്രദർ ഇച്ചിരി ഒന്ന് മാറി ഇരുന്നിട്ട് എങ്ങനെ പറഞ്ഞാലും ചിലർ ഭിത്തിയെ പറ്റി തൂങ്ങി നിൽക്കും. കാരണം ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാണ്. അപ്പോൾ 5000 പുരുഷന്മാരെ 12 പേരാ ഇരുത്തിയത്. മനസ്സിൽ കണക്ക് കൂട്ടി നോക്ക്, ചില്ലറ ക്ഷീണമാണ്. ഇനി ഇത്രയും പേർക്ക് വിളമ്പിയതും ഈ ശിഷ്യന്മാരാണ്. എനിക്കൊന്ന് കർത്താവിന് ഈ ബൊഫേ സിസ്റ്റത്തോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. വാസ്തവത്തിൽ അന്ന് അതായിരുന്നു കൂടുതൽ വിജയിക്കുന്നത്. കാരണം 5000 പേരെ. പക്ഷേ വിളമ്പാൻ എളുപ്പം. എന്നാൽ 50 വീതമേ ഒരു പന്തിയിൽ ഉള്ളൂ. അപ്പോൾ ചടയെന്ന് വിളമ്പിപ്പോകാം. അപ്പം മീനും അല്ലേ ഉള്ളൂ, അപ്പം 2 ഐറ്റം അല്ലേ ഉള്ളൂ. അപ്പം 12 പേര് 5000 പേർക്ക് വിളമ്പി. അപ്പോൾ 5000 പേർക്ക് 12 പേര് വിളമ്പി എന്ന് പറയുമ്പോൾ ക്ഷീണം കൂടി. ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം. പിന്നെ ഇത് കഴിഞ്ഞ് ഇവരും കഴിച്ചില്ലേ. ഇവർ 12 പേരും പിടിവിട്ട് കഴിച്ചോണം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ക്ഷീണമാണ്. അപ്പോൾ കഴിച്ചതിൻ്റെ ക്ഷീണം, ഇരുത്തിയതിൻ്റെ ക്ഷീണം, വിളമ്പിയതിൻ്റെ ക്ഷീണം, കഴിച്ചതിൻ്റെ ക്ഷീണം. ഇത് കഴിഞ്ഞാണല്ലോ 12 കൊട്ട വീതം ശിഷ്യന്മാർക്കെല്ലാം കൊടുത്തത്. നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. ഈ വന്ന ജനങ്ങൾ പലരും ഈ ദൈവദാസന്മാരെ അഭിനന്ദിച്ച് കാണത്തില്ലേ? പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്, ആട്ടെ, ദൈവം മാനിക്കട്ടെ, ഇങ്ങനൊരു മഹത്തായ കാര്യത്തിന് നിങ്ങളൊക്കെ നേതൃത്വം പലരും അഭിനന്ദിച്ചു കാണും. അഭിനന്ദനവും ആദരവും ഒക്കെ കൈപ്പറ്റി ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അക്കരയ്ക്ക് പോകാൻ യേശു ശിഷ്യരോട് പറയുന്നത്. ശ്രദ്ധിച്ചേ, യേശു അവരെ നിർബന്ധിക്കേണ്ടി വന്നതിൻ്റെ കാരണം അതാണ്. അവിടെ എഴുതിയിരിക്കുന്ന യേശു അവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പം നിർബന്ധിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ക്ഷീണമുണ്ട്. ഇത്രയും പേരെ ഇരുത്തുകയും ഇത്രയും പേർക്ക് വിളമ്പുകയും അതിനുശേഷം കഴിക്കുകയും ചെയ്തപ്പോൾ നല്ല ക്ഷീണം ഇവർക്കുണ്ട്. അക്കരയ്ക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇവർക്കില്ലായിരുന്നു. മനസ്സില്ല മനസ്സോടെ നിന്നതുകൊണ്ടല്ലേ യേശുവിന് അവരെ നിർബന്ധിക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും അതെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ആ സന്ദേശം എന്ന് പറയുന്നത്, സന്തോഷം, നല്ല സന്തോഷം ലഭിച്ച ഒരു സന്ദർഭത്തിന് തൊട്ടു പുറകെ ആ മുഴുവൻ സന്തോഷവും ചോർന്നു പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇവർ കയറിയത്. സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? ഒരു സന്തോഷത്തിന് പുറകെ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി.
ഇത് ദൈവമക്കൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ എപ്പോഴും സന്തോഷം മാത്രം പ്രതീക്ഷിക്കരുത്. വലിയ ആനന്ദവും വലിയ ആഹ്ലാദവും വലിയ സന്തോഷവും നിറഞ്ഞു നിന്ന ഒരു സന്ദർഭത്തിനു പുറകെ സങ്കടവും വേദനയും വേവലാതിയും തോന്നുന്ന ഒരു പ്രതിസന്ധിക്കകത്തേക്കാണ് ശിഷ്യന്മാർ പോയത്. അതും കർത്താവ് നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് അങ്ങനെ അനുവദിക്കും. അതിനല്ലേലിയോ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സ് നിറഞ്ഞാനന്ദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ദിവസങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു ദിവസം ആ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെടുന്നത് പോലെ, ആ മുഴുവൻ ആനന്ദവും ചോർന്നു പോകുന്നത് പോലെ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ടി വരും. അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ ധൈര്യപ്പെടുത്തണം. ഇനി ഇതിലെ ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ ആ ഭാഗം ആ ചിന്തയാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്, എന്നെ ഉറപ്പിച്ചത്. ദൈവമക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചിന്ത, ഈ സംഭവത്തിൽ നിന്ന്, ഈ അടയാളത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന, പ്രാപിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചിന്ത, നാം സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും, ഈ പദം ഒരിക്കലും മിസ്സാകരുത്, നാം, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇതാണ് ആദ്യത്തെ ചിന്ത. പെട്ടെന്ന് അല്ലേലിയ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ആ പദം. നാം സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. ആ ഭാഗം എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. ശിഷ്യന്മാരല്ലല്ലോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അക്കരയ്ക്ക് പോകുന്ന ഈ യാത്ര പ്ലാൻ ചെയ്തത് ശിഷ്യന്മാരല്ല, യേശുവാണ്. അപ്പൊ ആ യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാണ്? യേശുവിനാണ്. ആമേൻ. നമുക്കൊക്കെ ഇവിടെ ഈ ഭാഗം ഞാനുണ്ടല്ലോ, ഇത്രയും 10-38 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും ഈ ഭാഗം ഇങ്ങനെ പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ദൈവാത്മാവ് ഇടപെട്ടപ്പോഴാണ് അതിൻ്റെ പൊരുൾ പരിശുദ്ധാത്മാവ് തിരിച്ചു വന്നപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. നമുക്ക് പറ്റുന്നതെന്നു ചോദിച്ചാൽ, കാറ്റടിച്ചാലും തിരമാല അടിച്ചാലും നമ്മൾ ഓടിച്ചിട്ട് പിശാചിനെ ശാസിക്കും. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ആരാന്ന് പറയും? ആണോ? സത്യം, നിങ്ങളെ വചനം പഠിച്ചിട്ട് പറ. ആമേൻ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ, ഈ ട്രിപ്പ്, ഈ യാത്ര ശിഷ്യന്മാർ പ്ലാൻ ചെയ്തതല്ല. 100% യേശു പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പദം പറഞ്ഞത്. അങ്ങനെയാണ് ശിഷ്യന്മാർ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ്. അവരുടെ ഇഷ്ടം അതിനകത്തില്ല. അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ആ സമയത്തെ യാത്ര ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഇരുത്തിയതിൻ്റെയും വിളമ്പിയതിൻ്റെയും കഴിച്ചതിൻ്റെയും ഒക്കെ ക്ഷീണമുണ്ട്. അപ്പം യേശു നിർബന്ധിച്ചാണ് ആ യാത്രയ്ക്കായി ഇവരെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇഷ്ടം ആ പ്രോഗ്രാമിനകത്തില്ല. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്താണ് ശിഷ്യന്മാർ. ദൂത് മനസ്സിലാവുന്നുണ്ടോ? സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോഴും ജീവിക്കുമ്പോഴും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. ആമേൻ, ആമേൻ. ഞാൻ അതിനകത്തൊരു ഒരു ഒരു വേദശാസ്ത്ര വെളിച്ചത്തിൽ വേറൊരു ചിന്ത ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ യേശു സ്നാനമേറ്റു, വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. നിൽക്കട്ടെ. അടുത്ത ഭാഗം പുറകെ വായിക്കണം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരിക്കും ആ വാക്യം ഉണ്ടല്ലേ, അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നല്ല, ഇവനിൽ ഞാൻ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു. ഈ വാചകങ്ങളൊന്നും മിസ് ചെയ്യരുത് ദൈവമക്കൾ. 30 വർഷത്തെ
യേശുവിൻ്റെ ജീവിതത്തെ നോക്കിയാണ് ഈ വാക്കുകൾ, ദൈവത്തിൻ്റെ ഈ വാക്കുകൾ. ഇവനിൽ ഞാൻ പൂർണ്ണമായി, എനിക്ക് ആ വാക്യമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് എന്നോട് വെറുപ്പ് തോന്നി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, ഇത്രയും വർഷമായുള്ള കർത്താവിനെ സേവിക്കുന്നു, നമ്മുടെ ജീവിതത്തെ, ഇത്രയും വർഷത്തെ ജീവിതത്തെ നോക്കി പൂർണ്ണമായി നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുവോ? എന്നെ നോക്കി കർത്താവ് പറയുവോ? പാസ്റ്റർ ടി ഡി ബാബുവിനെ നോക്കി കഴിഞ്ഞ 38 വർഷമായി നീ സഭാ ശുശ്രൂഷ ചെയ്യുന്നു, നിന്നിൽ പൂർണ്ണമായി ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ആരാധിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ഉപവസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ആ വാചകം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ, പരിശുദ്ധാത്മാവിനോട് പറയുന്നത് കൊണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഇടയിലെ തിയോളജി ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. തിയോളജി അല്ല ദോഷം ചെയ്തത്, അത് അവതരിപ്പിച്ചവർ. ഒരു ഭക്തന്റെ ജീവിതം അളക്കുന്നത് പുഴുവും തുരുമ്പും എടുത്തു പോകുന്ന ഇവിടുത്തെ അനുഗ്രഹം വെച്ചല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിനേക്കാൾ ഏറ്റവും വലിയ സാക്ഷ്യം ദൈവം എന്നിൽ പ്രസാദിച്ചു എന്നുള്ളതാണ്. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് ഇവിടെയുള്ള ദൈവമക്കളെന്ന് എനിക്കറിയാം. നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. പക്ഷേ ഈ വചനം, ഈ തിയോളജിയൊക്കെ വികലമായി വ്യാഖ്യാനിക്കപ്പെട്ടു നമ്മുടെ ഇടയിൽ. അതിൻ്റെ ദോഷം ഇപ്പോഴും മാറിയിട്ടില്ല ആളുകളുടെ ഇടയിൽ. നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനവും നമ്മൾ കൊണ്ടുപോകുമോ? ഞാൻ ഏത് രാജ്യത്ത് പോയാലും മേടിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പേനയാണ്. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊച്ചുമോൻ എൻ്റെ ഒരു പേന കളഞ്ഞതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എനിക്ക് വാങ്ങിച്ചു തന്ന പേനയായത്, പാർക്കറിൻ്റെ പേന. എനിക്ക് എപ്പോഴും വേണം പോക്കറ്റിൽ. എപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾ ഞാൻ വീട്ടിൽ കൂടെ നടക്കുമ്പോഴും പേനയും കൊണ്ട് നടക്കുവാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്തോ തകരാറുണ്ടെന്നോ അങ്ങനെയല്ല. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു പേന പോലും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അപ്പം നമ്മൾ ഈ തത്തിപ്പൊത്തി ദൈവം മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പൊരുന്നയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടിട്ടേച്ചു പോകും. വല്ല പിടിയും കിട്ടുന്നോ? ഞാൻ വേറൊരു ആശയം കൂടെ പറയാം. അത് എത്ര പേരെ ആ ആശയം അതുപോലെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് എന്നിൽ പ്രസാദിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. അത് എത്ര പേരുടെ അകത്ത് കയറിയെന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല, മോഹം കാണുമ്പോൾ എനിക്കറിയാം. ദൈവത്തിന് എന്നിൽ പ്രസാദിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയും. പേടിച്ചോണം, അനുഗ്രഹത്തിൻ്റെ പേരിൽ ഭയപ്പെടണം ദൈവമക്കൾ. ഞാൻ അതിനൊരു തെളിവ് പറയട്ടെ. ഈ യാക്കോബ് സത്യസന്ധനായത് എപ്പോഴാണ്? യാബോക്ക് കടവിൽ വെച്ചാണ്. റൈറ്റ്? എന്നോടൊപ്പം നിൽക്കണം ദൈവമക്കളെ. ചിലർക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറക്കം വരാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ആമേൻ. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് ചിന്തിച്ചിരുന്നേ. കാരണം യാബോക്ക് കടവിൽ വെച്ചാണ് തൻ്റെ പേര് സമ്മതിക്കുന്നത്. എൻ്റെ പേര് യാക്കോബ് എന്നാണ് എന്ന് ദൂതനോട് തുറന്നു പറയുന്നത് യാബോക്ക് കടവിൽ വെച്ചാ. സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷമായിട്ട്, 20 വർഷം മുമ്പല്ലേ വീട്ടിൽ നിന്ന് പോകുന്നത്? സ്വന്തം അമ്മയുടെ അടുത്ത്, അപ്പൻ്റെ അടുത്തുനിന്ന് യാക്കോബ് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോയത് എത്ര വർഷം മുമ്പാ? 20 വർഷം. എന്നോടൊപ്പം നിൽക്കണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് യാക്കോബ് ജീവിച്ചത് ആമേൻ സത്യസന്ധത ഇല്ലാതല്ലേ? ആമേൻ.
എനിക്ക് ആ യാക്കോവിൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴേ റിബേക്കയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. കാരണം റിബേക്കയെക്കുറിച്ച് ഇരിക്കുന്ന ഇസഹാക്കിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ യാക്കോവിൻ്റെ അമ്മ. ഈ റിബേക്ക കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പം ഇസഹാക്കിൻ്റെ മരണദുഃഖം, അമ്മയുടെ മരണദുഃഖം മാറി നോക്കി എഴുതിയേക്കുന്നു. എന്ന് പറഞ്ഞാൽ വന്ന് കയറിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഈ മരുമോള് വന്നപ്പോഴേ ദുഃഖമൊക്കെ മാറി. പക്ഷേ പോകെ പോകെ സ്വന്തം മക്കളെ ചേട്ടനെയും അനിയനെയും തമ്മി തല്ലിച്ചത് ഈ തള്ളയാ. ഹല്ലേലൂയ. സത്യമാണോ? അത് എല്ലാം മരുമക്കൾ ഈ വന്ന് കയറുമ്പം അയ്യോ എന്നാ സ്നേഹവും മിറ്റൻ 2 പ്രാവശ്യമൊക്കെയാണ് തൂക്കുന്നത്. ഹല്ലേലൂയ. മരുമക്കളെ ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലെല്ലാം വിടുതലുണ്ടാവണം. ചിലർ ഈ 17ഉം 18ഉം ദിവസമായാലും മിണ്ടാത്തവരുണ്ട്. തമ്മി കണ്ട ഇങ്ങനെയുള്ള ദൂതൊട്ട് ആരും പറയത്തുമില്ല. ഈ തമ്മി കണ്ട മിണ്ടാത്തോ തള്ളയോടും തന്തയോടും അമ്മയപ്പനോടും അമ്മയമ്മയോടും ഒന്നും മിണ്ടാതിരിക്കുന്നവരോടും അഥവാ ദൂത് പറഞ്ഞാൽ പറയും നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവാണ്. ഈ നുണ കേട്ട് കേട്ട് നമ്മുടെ ആളുകളൊന്നും ശരിയാവുന്നുമില്ല. എനിക്ക് സങ്കടം തോന്നി ഇതൊന്നുമല്ല. ഇസഹാക്ക് ആ പ്രായമായ സമയത്തെ മൂത്ത മോനെ വിളിച്ചിട്ട് പറയുന്നൊരു വാചകമുണ്ട്. നീ പോയി വേട്ടയിറച്ചി കൊണ്ടുവാ, രുചികരമായ ഇറച്ചി തിന്നിട്ട് ഞാൻ നിന്നെ. അതിൻ്റെ എന്തോ മനസ്സിലായി? രുചികരമായ ഇറച്ചി തിന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന് അപ്പം പറഞ്ഞത് ആരോടാ? ഇസഹാക്ക് പറഞ്ഞത് റിബേക്കയോടല്ല. ചുരുക്കി പറഞ്ഞ ആ കാരണവർക്ക് നല്ല ചാപ്പാട് പോലും ഈ തള്ള ഇപ്പം വെച്ചു കൊടുക്കുന്നില്ല. ആ മൂലയ്ക്ക് കണ്ട് കിടപ്പുണ്ട്. അവിടെ കിടന്നുകൊണ്ട് മൂത്ത് വല്ലവരും അവഗണിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്നോണം. അയ്യോ ആ പുള്ളിക്ക് വല്ലതും നല്ലതുപോലെ വെച്ച് കൊടുക്കുക, വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ച് കൊടുക്കുക, തിന്നേച്ച് ചാകട്ടെന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ പോട്ടെ. അത് ഒരു വീടിൻ്റെ ചിത്രം ഞാൻ പറഞ്ഞതാ, അല്ലേ? സത്യമല്ലേ? ആണോ? മൂത്ത മോനോടാ പറഞ്ഞ എടാ പോയി ഇറച്ചി കൊണ്ടുപോവാ, രുചികരമായ ഇറച്ചി കൊണ്ടുപോവാ. കാരണം വാസ്തവത്തിൽ യാക്കോബിനെ ഇസഹാക്കിൻ്റെ അടുത്ത് വിടുമ്പോൾ റിബേക്ക ആടിനെ പിടിക്കുന്നുണ്ട്, അല്ലേ? ആടിനെ പിടിച്ചു കൊന്ന് യാക്കോബിൻ്റെ കയ്യിൽ അത് പാചകം ചെയ്ത് കണ്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പനെ ഒരെണ്ണത്തിനെ കണ്ടിച്ചുണ്ടാക്കി കൊടുക്കുകയില്ല. അപ്പനെ ഇറച്ചി ഞാൻ കൊതിയായിട്ട് മൂത്ത ഇറക്കനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എവിടെയെങ്കിലും പോയി കണ്ടോ. കുടുംബത്തിലെ സ്വൈര്യമൊന്നും കളയരുത്. വന്ന് കയറിയപ്പം ദുഃഖം മാറിയെന്നൊക്കെ എഴുതിയേക്കുന്ന പോട്ടെ, ആ ഭാഗം വിടുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായാണല്ലോ യാക്കോബ് വീട്ടിൽ നിന്ന് പോയത്. അപ്പനെ കളിപ്പിച്ച് കാഴ്ച മങ്ങിയ ഇസഹാക്കിനെ കളിപ്പിച്ച് പോയതാ. എത്ര വർഷം മുമ്പ്? 20 വർഷം മുമ്പ്. എൻ്റെ ചോദ്യം, ചേട്ടനുമായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പനുമായിട്ട് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ചോദ്യം, യാക്കോബ് സത്യസന്ധനാണോന്ന്? അല്ല. എന്നാൽ യാക്കോബിന് സാക്ഷി പറയാൻ സമയം കൊടുത്തേ സഭായോഗത്തില്. ഈ യാക്കോബിന് സാക്ഷി പറയാൻ സമയം കൊടുത്തേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 10-20 വർഷമായി കർത്താവിനെ സേവിക്കാനുള്ള അവസരം എനിക്ക് തന്നു. ഞാനൊരു വടിയോടുകൂടെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ കാലത്ത് ഒരു വടി മാത്രമേ, പിന്നെ നമ്മുടെ ഇടയിലെ ചില മലയാളമുണ്ട്, വടി മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത്, അത് നമ്മുടെ മലയാളം, വടി മാത്രമായിട്ട് ജീവിച്ച സ്ഥാനത്ത് ഇപ്പൊ യാക്കോബിന്റെ സാക്ഷ്യവാ. യാക്കോബ് എന്താ ഇപ്പൊ രണ്ട് കൂട്ടമായി. നമുക്കൊക്കെ ഭാര്യയെന്നേ പറയാൻ പറ്റൂ, പുള്ളിക്ക് അതും ബഹുവചനോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അനുഗ്രഹിച്ചങ്ങ് വല്ലാതായി. യാക്കോബ് തന്നെ വല്ല പറഞ്ഞ ഞാൻ 2 കൂട്ടമായെന്ന്. ഇപ്പൊ എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞ ആശയം സമർത്ഥിക്കുകയാ. എന്നിൽ സത്യസന്ധത ഇല്ലാത്തപ്പോഴും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വരാം. ഇത് വളരെ ഗൗരവമായി ദൈവമക്കൾ ചിന്തിക്കണം. ഇപ്പം ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ പറ ഇവിടെ ഇട്ടേച്ചു പോകുന്ന, ഇവിടെ കളഞ്ഞേച്ചു പോകുന്ന അനുഗ്രഹമാണോ നമുക്ക് വലുത്, അതോ ദൈവത്തിന്റെ പ്രസാദമാണോ? ഓ ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് പറയാം, നിന്റെ പ്രസാദം മതി. അനുഗ്രഹത്തെക്കാൾ വലുതാണ് പ്രസാദം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ സന്ദേശം നിങ്ങളെ പണിയും. ഒരു സംശയവുമില്ല. നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. നമ്മൾ ഒരു ദൈവദാസനെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. നമ്മുടെ കൂട്ടുവിശ്വാസികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഭാഗപ്പെടുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് യാക്കോബ് സത്യസന്ധനായത്. അതുകൊണ്ട് ദൂതൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, പേരെന്നാന്ന്. കണ്ടോ, അപ്പൻ്റെ മുമ്പിൽ പേര് മാറ്റിപ്പറഞ്ഞ്, ഏശാവാണെന്ന് പേര് മാറ്റിപ്പറഞ്ഞ് അപ്പനെ കബളിപ്പിച്ചു പോയതാ. യാക്കോബ് ഒരു കാര്യം അറിയണമായിരുന്നു, കണ്ണുമങ്ങിയ അപ്പൻ്റെ മുമ്പിൽ നമുക്ക് ഉടുപ്പിട്ട് രക്ഷപ്പെടാം, പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുൻപിൽ രക്ഷപ്പെടാൻ നമുക്ക് കുറുക്കു വഴികളില്ല.
ആമേൻ. ചില കുടുംബങ്ങൾ കൂടെ, ചില വ്യക്തികൾ കൂടെ ദൈവപ്രസാദത്തിലേക്ക് വരേണ്ടതുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാചകത്തിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ, ഇവനിൽ ഞാൻ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു. 30 വർഷത്തെ യേശുവിൻ്റെ ജീവിതത്തെ നോക്കി ദൈവം തമ്പുരാന് പറയാനുള്ള സാക്ഷിയാണ്. അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറ്റബോധം ഇങ്ങനെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ എന്നെ നോക്കി കർത്താവ് പറയൂ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന്. അങ്ങനെ ഒരു സാക്ഷ്യം കണ്ണടയും മുമ്പ് നമ്മൾ പ്രാപിച്ചാൽ അതിൽ വലിയ നേട്ടമൊന്നുമില്ല കേട്ടോ, അതിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല. ദൈവദാസനെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. കണ്ടോ, ശ്രദ്ധിച്ചേ, യേശുവിൽ സമ്പൂർണമായി ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ആ യേശു ഇപ്പോൾ എങ്ങോട്ടാ പോന്നേ? പരീക്ഷയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞ ആശയം, പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞ ആശയം പുതിയ നിയമഭാഗം കൊണ്ട് തന്നെ ഇവിടെ സമർത്ഥിക്കുന്നു. കണ്ടോ, യേശു സമ്പൂർണമായി ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും യേശുവിന് പരീക്ഷയുണ്ട്. ആത്മാവ് നടത്തിയെന്ന ആമേൻ പറയാൻ പറ്റുമോ? അപ്പൊ സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് എന്തുണ്ട്? പരീക്ഷകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഞാൻ പറയട്ടെ, ഈ വചനം ഇങ്ങനെ ദൈവാത്മാവ് ഇടപെട്ട ശേഷമോ മനസ്സൊന്ന് തണുത്തത്, ഹൃദയം ഒന്ന് തണുത്തത്. ഞാനും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. ശരിക്കും ഈ യാത്രയിലാണല്ലോ കാറ്റടിച്ചത്, കാറ്റുണ്ടായത്. കാറ്റിനോടുള്ള ബന്ധത്തിൽ ഒരു ചിന്ത പറഞ്ഞോട്ടെ. ഞാൻ വാക്കുകൾ പെട്ടെന്ന് ചുരുക്കാൻ പോവാം. കാറ്റിനോടുള്ള ബന്ധത്തിൽ ഒരു ചിന്ത പറഞ്ഞോട്ടെ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ 2 നിലയിലാണ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ പിൻപിലെ ദൈവത്തിൻ്റെ ലക്ഷ്യം 2 എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ശിക്ഷയുടെ ഭാഗമായിട്ട്, ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് കാറ്റടിക്കും. അത് ദൈവം തന്നെ അടിപ്പിക്കും. ദൈവം കാറ്റടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആമയും പറഞ്ഞാൽ പോരാ. നമ്മൾ കാറ്റടിച്ചാലും പിശാചിനെ കുറ്റം പറഞ്ഞു കളയും. യോനയുടെ പുസ്തകത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? യോനയുടെ പുസ്തകത്തിൽ സമുദ്രത്തിൽ ആര് കാറ്റടിപ്പിച്ചെന്ന്? യഹോവ കാറ്റടിപ്പിച്ചു. അപ്പോ ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് കാറ്റടിക്കും. കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അടിപ്പിക്കും കാറ്റ്. ഇത് പ്രധാനമായി ഞാൻ എന്നോട് പ്രസംഗിക്കുന്ന ദൂതാ കേട്ടോ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, യോനയോട് നിനവയ്ക്ക് പോകാനാ പറഞ്ഞത്. യോന തർശീശിലേക്ക് പോയി. ശരിക്കും ആ ഭാഗം നമ്മൾ പഠിച്ചാൽ ഇസ്രയേലിൽ നിന്ന് നിനവയിലെത്താൻ 500 മൈൽ മതി. 500 മൈൽ യാത്ര ചെയ്താൽ മതി. എന്നാൽ ഇസ്രയേലിൽ നിന്ന് തർശീശിലെത്താൻ 1000 മൈൽ യാത്ര ചെയ്യണം. അപ്പോൾ നിനവയിൽ പോകുന്നതിൻ്റെ ഇരട്ടി ദൂരമാണ് തർശീശിൽ പോകാൻ. യോന തർശീശിലേക്ക് പോയെന്നുള്ളതാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞ് നിനവയ്ക്ക് പോകാനാണ്. നോക്കി 500 മൈൽ കൂടുതലുള്ള തർശീശിലേക്ക് യോന പോവുകയാണ്. യോന ഈ നിനവയിലേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം വചനം അറിയാവുന്ന ദൈവദാസന്മാർക്ക് പറഞ്ഞ് കേട്ട് കാണും. വചനം അറിയാവുന്ന അവരാണല്ലോ നിങ്ങൾ. ഒറ്റ വാക്ക് ഞാൻ പറയാം. ഈ നിനവേ എന്ന് പറഞ്ഞാൽ അശൂരിൻ്റെ തലസ്ഥാനമാണ്. അശൂര്യൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ബദ്ധ ശത്രുക്കളാണ്. ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളാണ് അശൂര്യർ. അശൂരിൻ്റെ തലസ്ഥാനമാണ് നിനവേ. അപ്പോൾ യഹൂദനായ യോന നോക്കിയപ്പോൾ ആരോടാ പോയി പ്രസംഗിക്കേണ്ടത്? ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളോടാണ് പോയി പ്രസംഗിക്കേണ്ടത്. അപ്പോൾ പ്രസംഗിച്ചാൽ അവർ മാനസാന്തരപ്പെടും, അവർ രക്ഷ പ്രാപിക്കും. അത് യോനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതെന്നെ ആത്മീയം, അതെന്നെ ആത്മീയം. എടാ, ദേശം വിടുവിക്കപ്പെടണം, ആത്മാക്കൾ വരണമെന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചേച്ച് ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൂത് പറയാൻ പറഞ്ഞപ്പോ പുള്ളിയുടെ അകത്തിരിക്കുന്നത് അവർ പോണമെന്ന, അവർ വരരുത്, അവർ സഭയ്ക്കകത്ത് വന്ന പ്രശ്നമാണ് പാസ്റ്ററെ. അവർ അവിടെ എന്തോ ഒരു ചെറിയ തകരാറുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആമേൻ. നോ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, യോനയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. യോന, നിനവേക്കാരെ ദൈവത്തിന് ഇഷ്ടമാ, നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ദൈവം വെറുക്കുന്നതിനെ നമുക്ക് വെറുക്കാം, പക്ഷെ ദൈവം ഇഷ്ടപ്പെടുന്നതിനെ വെറുക്കരുത്.
ഓ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവം വെറുക്കുന്നതിനെ വെറുക്കാം. ഇവിടെ ചേർത്ത് വെക്കാവുന്ന ഒരു ചിന്തയുണ്ട് പത്രോസിനോടുള്ള ബന്ധത്തിൽ. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. പത്രോസിനോട് പറഞ്ഞില്ലേ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകാൻ? പത്രോസ് എന്താ പറഞ്ഞേ? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകാൻ പത്രോസ് മടി കാണിച്ചു. അതിൻ്റെ കാര്യം എന്നാ? കൊർന്നല്യോസ് യഹൂദനല്ല, കൊർന്നല്യോസ് പുറജാതിക്കാരനാണ്, പത്രോസ് യഹൂദനാണ്. അപ്പോൾ ഈ മുടന്തരെ വരെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്ന, നമ്മുടെ ഭാഷ പറഞ്ഞ അഗ്നിജ്വാലയുടെ ശുശ്രൂഷ ചെയ്യുന്ന അപ്പസ്തോലനാ. പക്ഷെ വർഗീയത അകത്തൊന്നും പോയിട്ടില്ല. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അപ്പസ്തോലനാന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെടാൻ സമയമെടുക്കും. ഇനി നമ്മുടെ പിന്നാലെ വരുന്നു ഇനി ശക്തന്മാരായ ആളുകൾ. അവരൊക്കെ വന്ന് ഇനി വെട്ടി കീറാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നന്നായിക്കും, അതാ ഏറ്റവും നല്ലത്. ആമേൻ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകാൻ പത്രോസിനെ നടത്തിപ്പില്ലെന്ന്. കാരണം യഹൂദൻ പുറജാതിക്കാരനുമായി സഹകരിക്കത്തില്ല. അപ്പൊ എന്നെ ആത്മീയമായിരുന്നു പത്രോസിന്റെ. എനിക്ക് അതിലും അത്ഭുതം, പത്രോസിനോട് പോകുന്ന കാര്യം പറഞ്ഞ് ഒരു ദർശനം കാണിച്ചല്ലോ, തുപ്പട്ടിയുടെ ദർശനം. ഈ ദർശനം കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞ എന്താ? എഴുന്നേറ്റ് അറുത്ത് തിന്നുക. കർത്താവിനോട് പത്രോസ് വർഗീയത പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ അറിയാം. അത് വായിച്ചിട്ടില്ലേ? ഞങ്ങൾ മലിനമായതൊന്നും ഭക്ഷിച്ചിട്ടില്ല. എന്താ മനസ്സിലായി? കർത്താവ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എല്ലായിടത്തും ഒന്നും പോയി, എന്നാ ബാക്കി പറയാത്തത്, എല്ലായിടത്തും ഒന്നും പോയി അങ്ങനെ തിന്നുന്നു. എന്നോ കർത്താവിനോട് വരെ കയറി വർഗീയത പറഞ്ഞു കളഞ്ഞു. വിട്ടില്ല കർത്താവ്. എനിക്ക് ആ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംശയമുള്ളൊരു ഭാഗം അതിനകത്തുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും കാലത്ത് ഈ തുപ്പട്ടിക്കകത്ത് അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും കയറ്റിയത്. കാര്യം ദർശനമാണെന്ന് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടേ ദർശനത്തിന്? ഒരു തുപ്പട്ടിക്കകത്ത് എന്തായാലും ഒരു ഉപദേശിക്ക് കാണാവുന്ന പരുവത്തിലല്ലേ പെട്ടി ഇറങ്ങി വന്നത്. അതിനകത്ത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടെന്ന് അത് ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ അധികം ചിന്തിക്കാതിരിക്കുന്ന നല്ലത്. ഞാൻ ചിന്തിച്ചു, ഈ ആനയെ പോലെയുള്ളതൊക്കെ അതിനകത്ത് എങ്ങനെ ഇരുന്നു? പിന്നെ ഞാൻ തൽക്കാലം ആശ്വസിച്ച് എന്നാന്നറിയോ, ഈ പെട്ടിക്കകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ, ഒതുങ്ങാത്തതല്ല ഒതുങ്ങും. പിന്നെ ഇവിടെ കിടന്ന ഈ ഞൊളയ്ക്കുന്ന പെട്ടിക്കകത്ത് കിടക്കുന്ന കണ്ടിട്ടില്ലേ? കാലയിലും കെട്ടി കയ്യേലും കെട്ടി. എന്ത് ശാന്തവ, ഒരു വിഷയവും ഇല്ല, ആരോടും ഒരു പിണക്കവും ഇല്ല. എന്നിട്ട് മൂക്കി പഞ്ഞിയും കൂടെ കുത്തിക്കറ്റി വെച്ചിരിക്കുക. ഓട്ടെ, നമുക്ക് ആ ഭാഗവും വിടാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യോനെ നിനവയ്ക്ക് വിടാതെ പിടിച്ചു നിർത്തിയത് വർഗീയതയാ. ദൈവമക്കളെ, എന്താ അല്ലേ ഇത്? ഇങ്ങനെയുള്ള വചനം ഈ തിരുവഴുത്തിലല്ലേ ഇത് കിടക്കുന്നത്? ആ യോനയെ കണ്ടോ, ആ യോനയെ നിനവയ്ക്ക് മടക്കി വരുത്താൻ യഹോവയായ ദൈവം സമുദ്രത്തിൽ കാറ്റടിപ്പിച്ചു. ഞാൻ ദൂത് പറയാം, പ്രവാചകനായിരിക്കും യോന. നീ പ്രവാചകനായിരിക്കും, പ്രസംഗകനായിരിക്കും, പ്രാർത്ഥിക്കുന്നയാളോ ഉപവസിക്കുന്നയാളോ ആയിരിക്കും. പക്ഷെ വഴി വിട്ടുപോകുന്നു എന്ന് കണ്ടാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനത്തിന്റെ വ്യവസ്ഥ വിട്ടുപോകുന്നു എന്ന് കണ്ടാൽ ദൈവം കാറ്റടിപ്പിക്കും. അത് ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ടാണ്. ആമേൻ. ആ ദൂതിന്റെ മുൻപിൽ ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ആ യോനയുടെ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. കാരണം യോനയെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ദൈവം എടുത്ത ആ റിസ്ക്. സമുദ്രത്തിലെ മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചേക്കുന്നു, എന്ത്? യോനയെ വിഴുങ്ങണമെന്ന്. അതൊന്ന് മനസ്സിൽ കണ്ടേ. അപ്പം കൽപ്പന ലഭിച്ച മത്സ്യം കുറേ നേരം കൊണ്ട് ഒരു ശാപ്പാടും എടുക്കാതെ, ഞാൻ വിചാരിക്കുന്ന ഫാസ്റ്റിങ് തന്നെയാണ്. കാരണം ഇതിനിടയ്ക്ക് തിന്നാൻ പോകാൻ പറ്റുകയല്ലോ. ഇതിനിടയ്ക്ക് ശുശ്രൂഷ ഇട്ടേച്ച് തിന്നാൻ പോകാൻ പറ്റുമോ? പുള്ളി ദൗത്യം ഏറ്റെടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഈ കപ്പലിൻ്റെ പുറകെ നടക്കുക ആര്? മഹാമത്സ്യം. കാരണം മത്സ്യം നോക്കിയപ്പോൾ, ഇതൊരു ഭാവനയാണ്, അതിൽ കടന്നതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ടേരെ, എനിക്ക് അത്യാവശ്യമുള്ള സാധനം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാം. അല്ല, നമ്മുടെ ഭാവനയിലൊന്നും കണ്ട് കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ അവരെന്ത് ചെയ്തെന്നാണ്? ചരക്കുകളെടുത്ത് വെള്ളത്തിലിട്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മത്സ്യത്തിന് മുൻകാല ബന്ധമൊന്നും യോനയുമായിട്ട് ഇല്ലല്ലോ. അപ്പോൾ യോനയെ വിഴുങ്ങാനാണ് കപ്പലിൻ്റെ ചുറ്റും മത്സ്യം ഇങ്ങനെ നടക്കുമ്പോൾ പുളോ എന്ന് സൗണ്ട് കേൾക്കുന്നു. വലിയ ചരക്ക് വന്ന് വീഴുക കപ്പലിനകത്തുനിന്ന്. ഓടിച്ചെല്ലുമ്പോൾ യോനയല്ല, അതിനകത്തൊരു ദൂതില്ലേ? കൽപ്പന ലഭിച്ച മീനിന് എല്ലാ ചരക്കും വിഴുങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നോ, വിഴുങ്ങാൻ പറ്റത്തില്ല.
ആമേൻ. പോട്ടെ, ആ ഭാഗം വിടുന്നു. എന്തായാലും യോനയെ മത്സ്യം വിഴുങ്ങിയ ആ ഭാഗമൊക്കെ 3 ദിവസം മത്സ്യം ഫാസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ദഹനരസം പോലും, കാരണം ആ മത്സ്യത്തിന് ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയില്ല 3 ദിവസത്തേന്, കാരണം അഭിഷക്തനകത്ത് കിടക്കുക. അപ്പം അനുസരണം കെട്ടവനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കാറ്റടിപ്പിച്ചു. അപ്പം കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിരിക്കണം. ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് ദൈവം കാറ്റടിപ്പിക്കും. രണ്ടാമത്തേത്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മൾ വാഗ്ദത്തത്തിൽ ഉറയ്ക്കാൻ വേണ്ടി, നമ്മളെ വിളിച്ച കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി കർത്താവ് കാറ്റടിപ്പിക്കും. കർത്താവ് അറിഞ്ഞിട്ട് അങ്ങനെ അടിച്ച കാറ്റാണ് ഈ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ. അത് നമ്മുടെ ശുദ്ധീകരണത്തിനും നമ്മുടെ മടങ്ങിവരവിനും കർത്താവിൽ നമ്മൾ ഉറയ്ക്കേണ്ടതിനും വേണ്ടി. അതാണ് അവിടെ കൃത്യമായി നമ്മൾ കാണേണ്ടത്. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും ആമേൻ, പ്രതിസന്ധികളുണ്ടാകാം. ഞാനിനി അടുത്ത ഭാഗത്തേക്ക് പോകാതെ ദൂത് പറഞ്ഞ് നിർത്തട്ടെ. ബാക്കി 4 കാര്യങ്ങൾ ഞാൻ വിടുന്നു. ഈ കാറ്റടിച്ചപ്പോൾ ശിഷ്യന്മാരെന്തായിരിക്കും പറഞ്ഞത്? നമ്മളാണെങ്കിൽ എന്ത് പറയും? ഞാനാണെങ്കിൽ പറയുന്നൊരു കാര്യം പറയാം. ഈ സന്ധ്യക്കത്തെ ട്രിപ്പ് വേണ്ടെന്ന് ഞാൻ ആകെന്ന് പറഞ്ഞതാണ്. ഇത്രയും ക്ഷീണമാണല്ലോ നമുക്ക്, ഇത്രയും ക്ഷീണം നമുക്കുണ്ട്. പോകണ്ടെന്ന് ഞാൻ ആകെന്ന് പറഞ്ഞതാണ് കർത്താവിനോട്. നമ്മളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്ന് മാത്രമല്ല, ഈ കൈവച്ച് അയച്ച ആളെന്തി ഞാൻ ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞ എടാ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മളെ നിർബന്ധിച്ച ഒരാൾ ഇറക്കുമ്പം പുള്ളി കൂടെ വേണ്ടേ? ആ 7 അയലൊക്കത്തൊന്നുമില്ല. അപ്പം ന്യായമായി അങ്ങനെ ചോദിച്ചു പോവും. പക്ഷേ ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ തിരിച്ചു പറയണം. സഹോദരന്മാരെ, ഈ ട്രിപ്പ് നമ്മളിട്ടതല്ല, നമ്മളെ വിളിച്ചവനിട്ട ട്രിപ്പാണ്. ഈ യാത്രയ്ക്ക് നമ്മളെ നിർബന്ധിച്ചപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാം. അവിടെയാണ് പിടിക്കേണ്ടത്. ഞാൻ അങ്ങനെ പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾ മുമ്പേ പൊക്കോ, ഞാൻ പുറകെ വരാമെന്നല്ലേ? തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ പറയേണ്ടത് അതാ. നമ്മുടെ കർത്താവ് തൻ്റെ ഹിതത്തിലേക്ക് നമ്മെ വലിച്ചിറക്കിയപ്പോൾ വെറുതെ അല്ല, ഒരു വാഗ്ദത്തം കൂടെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ! ഓ, രക്തത്താൽ ജയം. ഞാൻ മനസ്സിലാക്കുന്ന ആ വാചകത്തിൻ്റെ അർത്ഥം അതാ. നിങ്ങൾ മുമ്പേ പൊക്കോ, ഞാൻ പുറകെ വരാം. അക്കരെ വെച്ച് നമുക്ക് കാണാം. അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയേണ്ടിയ ചിന്തയെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ആമേൻ, വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കണം. എപ്പോൾ? സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോൾ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരാതിപ്പെടാതെ, പരിഭവപ്പെടാതെ നമുക്ക് വാഗ്ദത്തം തന്ന കർത്താവിലും അവൻ്റെ വാഗ്ദത്തത്തിലും ആശ്രയിക്കണം. ശരിക്കും ഇതിനെയാണ് വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക എന്നും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നും പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ ശങ്കിക്കേണ്ട, കാരണം പുറകെ ആര് വരുന്നുണ്ട്? നമ്മളെ നിർബന്ധിച്ചയച്ചവൻ പുറകെ വരുന്നുണ്ട്. ഹല്ലേലൂയ! നോക്കിക്കേ, അവന്റെ വരവ് നോക്കിക്കേ. നിന്നെ പേടിപ്പെടുത്തിയ തിരമാലകൾ അവന്റെ കാൽ കീഴില. നിന്നെ ഭയപ്പെടുത്തിയ തിരമാലകൾ അവന്റെ പാദങ്ങൾക്കടിയില. നീ അക്കരെ എത്താതിരിക്കാൻ എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടായാലും നീ അക്കരെ എത്തും. ദൈവാത്മാവ് ദൈവജനത്തോട് പറയുക, ഇടയ്ക്ക് വെച്ച് നീ തകരത്തില്ല, ഇടയ്ക്ക് വെച്ച് നീ തളരത്തില്ല. നിന്നെ എത്തേണ്ടിടത്ത് അവരെത്തിക്കും. രക്തത്താൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ പിടിച്ചാൽ നിൽക്കുന്നത്. അടുത്ത വർഷത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്ക് വരാനോ ശുശ്രൂഷിക്കാനോ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ദൈവമക്കളോട് ആത്മാവിൽ പറയട്ടെ, നമുക്ക് ഒരു വാഗ്ദത്തമുണ്ട്. നമുക്ക് വാഗ്ദത്തം ചെയ്തവനുണ്ട്.
ഈ കാറ്റ് നിന്നെ തകർക്കാനല്ല. നോ നോ നോ. ഈ രോഗം നിന്നെ കൊല്ലാനുള്ളതല്ല. ഇത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ കേട്ടോ. ഇത് നിന്നെ കൊല്ലാനുള്ളതല്ല. ഈ പ്രതിസന്ധി നിന്നെ കരയിപ്പിക്കാനുള്ളതല്ല. നീ അക്കരെ എത്തുമെന്ന്. നീ അക്കരെ എത്തും. നിന്റെ തലമുറ എത്തേണ്ടിടത്തെത്തും. ഓ, ആ ഒരു ഉറപ്പ്. അതാ ഞാൻ തുടക്കത്തിൽ പറയും, ഇന്ന് പകൽ ഇതിനകത്ത് വന്നവരൊക്കെ ഒന്ന് ഉറക്കട്ടെ. എനിക്കറിയാം, കൈയടിക്കുന്നുണ്ടെങ്കിലും പാടുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ സങ്കടം ഒളിപ്പിച്ചു വെച്ച് പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്കെന്തുകൊണ്ടാ ഇങ്ങനെ? എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഒരു ഗതിയില്ലാത്തത്? ഞാൻ എന്താ രക്ഷപ്പെടാത്തത്? ധൈര്യപ്പെട്, ധൈര്യപ്പെട്. നീ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പുറകെ അവൻ വരുന്നുണ്ട്. രക്തം ജയം, രക്തം ജയം. വാഗ്ദത്തം ചെയ്തവൻ പിന്നാലെ വരുന്നുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ പിന്നാലെ വരുന്നുണ്ട്. സഹോദരി, നീ തനിച്ചല്ല. വാഗ്ദത്തം ചെയ്തവൻ പുറകെ. സഹോദര, നീ തനിച്ചല്ല. വാഗ്ദത്തം ചെയ്തവൻ പുറകെ. രാജനായ സതുനായ. വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ചിലരെ വിവേചിച്ചിട്ടുണ്ട്. 30 വർഷത്തെ യേശുവിൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞ സാക്ഷ്യം, ഇവനിൽ ഞാൻ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു. ആ യേശുവിനെ ആത്മാവ് നടത്തിയത് പരീക്ഷയിലേക്കാണ്. ആ യേശു പിന്നീട് പിശാചുമായി പോരാടുകയായിരുന്നു. അപ്പം സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും പോരാട്ടമുണ്ടെന്ന് പഠിക്കണം. പ്രതിസന്ധികളുണ്ടെന്ന് പഠിക്കണം. കാറ്റടിക്കുമെന്ന് പഠിക്കണം. പക്ഷേ 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ ദൈവഹിതത്തിനകത്ത് നിൽക്കുന്ന നീ ആശയ്ക്ക് ഒരു വകയും കണ്ടില്ലെന്ന് വന്നേക്കാം. പക്ഷെ കണ്ണു തുറന്ന് നോക്കണം. 4-ാം യാമത്തിൽ അത് പ്രതീക്ഷയ്ക്ക് വകയുള്ള യാമമാ. 4-ാം യാമത്തിൽ ദൈവം വരുന്നവൻ നടന്ന് ചില കുടുംബങ്ങളെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ നടന്നു വരികയാ. 3 യാമങ്ങൾ നീ തുഴഞ്ഞു മടുത്തവനാ. 3 യാമം നീ കരഞ്ഞു മടുത്തവളാ. പക്ഷെ അവൻ പുറപ്പെട്ടിട്ടുണ്ട്. അവൻ പുറപ്പെട്ടിട്ടുണ്ട്. കാറ്റിനെ കാൽ കീഴാക്കി, തിരമാലകളെ കാൽ കീഴാക്കി എന്ന് പറഞ്ഞ നിന്നെ കരയിപ്പിച്ച വിഷയം കർത്താവിന്റെ കാൽ കീഴിലാ. നീ ധൈര്യമായിരുന്നു. നിന്നെ അവൻ അക്കരെ എത്തിക്കും. അക്കരെ എത്തിക്കും. ഊറാ സെരതര ഹഡെ ജഗല ഗംദേബെരെ റൈസെകുലുറു ഹോസിയ റകനായ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ഒന്ന് ഉറക്കട്ടെ ദൈവമക്കൾ. ഒന്ന് ധൈര്യപ്പെടട്ടെ, ഒന്ന് ധൈര്യപ്പെടട്ടെ. നിന്നെ വെറുതെ പിശാചി ഭീഷണിപ്പെടുത്തുക. നിന്നെ വെറുതെ പിശാചി ഭീഷണിപ്പെടുത്തുക. ദുഷ്ട പിശാചിനോട് പറയണം, പോ പിശാചേ, എന്നെ വിളിച്ചവൻ എന്റെ പുറകെ ഉണ്ട്. ഒരു കാറ്റിനും എന്നെ തകർക്കാൻ കഴിയില്ല. ഒരു തിരമാലയ്ക്കും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ലക്ഷ്യത്തിലെത്തും. ഉഷമമ രഗജുന പ്രഭശിസിരി ശാന്തികരെ ധനു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നേരം നമ്മൾ ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം ഒരു വാമപ്പിന്റെ ഭാഗമായിട്ടെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇത്രയും നേരം നമ്മൾ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലൂടെ ദൈവം ഇടപെട്ടെന്ന്, ദൈവം സംസാരിച്ചെന്ന് എൻ്റെ ചില സംശയങ്ങൾക്കും എൻ്റെ ചില ചോദ്യങ്ങൾക്കും ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഉത്തരം തന്നെന്ന് ഉള്ളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾക്ക് ആരുടെയും പ്രേരണ കൊണ്ടല്ല, എന്നോട് കർത്താവ് സംസാരിച്ചു. എൻ്റെ ചില സംശയങ്ങൾക്ക് ഉത്തരം കിട്ടി. ഉത്തരം കിട്ടി. 3 യാമം വരെ ഞാൻ ഒന്നും കണ്ടില്ലെന്ന് വരാം. പക്ഷേ എനിക്ക് പ്രതീക്ഷിക്കാൻ ഒരു 4-ാം യാമം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, കർത്താവ് ശിഷ്യന്മാരോട് ആ കടലിൽ വെച്ച് പറയുന്ന ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പറയുന്നൊരു വാചകമുണ്ട്, പേടിക്കണ്ട, ഞാനാകുന്നു. അതൊക്കെ എന്നാ ഉറപ്പാലേ.
പേടിക്കണ്ട, ഞാനാകുന്നെന്ന് പറഞ്ഞാൽ എന്താ? പുറകെ വരാവെന്ന് കരയ്ക്ക് വെച്ച് പറഞ്ഞില്ലേ, ആ ഞാനാ, അത് ഞാനാ, ആ ഞാനാ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പാടാനുള്ള ഇപ്പോഴത്തെ ആരോഗ്യമില്ല, അതുകൊണ്ട് സഹോദരന്മാർ ഒരു പാട്ട് പാടിയാൽ നല്ലതാണ്. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, അത് സ്ലോവിലല്ല, കൈയടിച്ച് പാടത്തക്ക നിലയിൽ ആ പാട്ടൊന്ന് പാടിയാൽ വളരെ സന്തോഷമായിരിക്കും. എനിക്കൊന്ന് ബലപ്പെടണം, ഈ വചനത്തിലൊന്ന് ബലപ്പെടണം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം, നിനക്കായി കരുതും അവൻ നല്ലയോ. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ ഈ 3-ാമത്തെ പകലിൽ വന്ന ദൈവമക്കളൊക്കെ ബലത്തോടെ വേണം മടങ്ങാൻ. ഒരു കാറ്റിനും എന്നെ തളർത്താൻ പറ്റത്തില്ല, ഒരു തിരമാലയ്ക്കും എന്നെ തളർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ആദരങ്ങൾ ചലിപ്പിച്ച്, ആമേൻ.